അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ കൈകാര്യം ചെയ്യുന്നത് സൂറത്ത് നജ്മിൽ തന്നെയുള്ള വലഖദ് റആഹു നസ്ലത്തൻ ഉഖ്റ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ മാ സാഗൽ ബസറു വമാ തഗ. ഈ ആയത്തുകളെയാണ്. വലഖദ് റആഹു നസ്ലത്തൻ ഉഖ്റ, മറ്റൊരു ഘട്ടത്തിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. അതെവിടെ വെച്ചാണ്? ഇന്ദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചാണ്. ഇന്ദഹ ജന്നത്തുൽ മഅവ, ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണ് ജന്നത്തുൽ മഅവ, അഭയകേന്ദ്രമാകുന്ന സ്വർഗമുള്ളത്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, ആ സിദ്റയെ ആവരണം ചെയ്തത്രയും ആവരണം ചെയ്ത സന്ദർഭം. മാ സാഗൽ ബസറു വമാ തഗ, കണ്ണിന് പേച്ചിട്ടില്ല, അതിന് ഭ്രംശം സംഭവിച്ചിട്ടുമില്ല. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, തൻ്റെ നാഥൻ്റെ വലിയ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഇതാണ് ഈ ആയത്തുകളുടെ നേർക്കുനേരുള്ള അർത്ഥം. ഇവിടെ ജബ്ബാർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി ബുറാഖ് എന്ന കഴുതപ്പുറത്ത് കയറിയിട്ട് ആകാശലോകത്തേക്ക് പോയിന്ന. അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിക പ്രമാണങ്ങളിൽ അവിടെയില്ല. പ്രമാണത്തിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു രാത്രി ബുറാഖിലേറി ബൈത്തുൽ മഖ്ദിസിലേക്ക് പോവുകയും അവിടെ നിന്ന് ജിബ്രീലിൻ്റെ ചിറകേറി ആകാശലോകത്തേക്ക് പോവുകയും ചെയ്തു. അല്ലാതെ ജബ്ബാർ പറയുന്ന മാതിരി ബുറാഖ് എന്ന കഴുതപ്പുറത്ത് കയറി ആകാശത്തേക്ക് പോയതല്ല. ഈ സംഗതിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ജബ്ബാറിനെ പോലുള്ള ആളുകളുമായിട്ട് ഇതിൽ തർക്കിക്കാൻ നമ്മളില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജബ്ബാറിന് തർക്കിക്കാൻ പറ്റിയ സംഗതിയല്ലത്. കാരണം ജബ്ബാറിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുക, അതിലാണ് ജബ്ബാർ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് എന്തിനെയാണ്? അത് ഭൗതിക വസ്തുക്കളെയാണ്. ആ ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാനങ്ങൾ, അത് എങ്ങനെ രൂപപ്പെട്ടു എന്നോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്താണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള പഠനങ്ങളാണ് ശാസ്ത്രം നടത്തുന്നത്. ശാസ്ത്രത്തിന് ഒരിക്കലും അതിഭൗതിക കാര്യങ്ങൾ കണ്ടെത്താനുള്ള കണ്ണില്ല, അതിനുള്ള ഉപകരണങ്ങളും ശാസ്ത്രത്തിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ്. അതിഭൗതികമായിട്ടുള്ള സംഗതികളെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യന് പ്രവാചകന്മാർക്ക് നൽകുന്ന വഹയിലൂടെ അറിയിക്കുന്ന ഒരു സംഗതി മാത്രമാണ് അതിനുള്ള മാർഗം എന്നുള്ളത്. അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് സ്വീകരിക്കാതിരിക്കാം എന്നത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു യുക്തിവാദിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെ തള്ളിപ്പറയാം എന്നതൊക്കെ ശരിയാണ്. പക്ഷെ അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്നത് സംബന്ധിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാൻ സാധ്യമല്ലാത്തതുപോലെ തന്നെ അതിലപ്പുറം തീരെ ചർച്ച ചെയ്യാൻ നാസ്തികന്മാർക്ക്, യുക്തിവാദികൾക്ക് അവകാശമില്ലാത്തൊരു മേഖലയാണത്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ് എന്ന് പറയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരു സംഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് തീരെ ചർച്ച ചെയ്യാൻ തന്നെ അവകാശമില്ലാത്തൊരു മേഖലയാണ് ഈ അതിഭൗതിക കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞങ്ങളത് വിശ്വസിക്കുന്നില്ല, ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ അവർക്ക് പറയാമെന്നല്ലാതെ അവർക്ക് അറിയാൻ മാർഗമില്ലാത്തൊരു സംഗതിയെ മനുഷ്യനെങ്ങനെയാണ് തള്ളിപ്പറയാം? തന്നെ കവിഞ്ഞാൽ പറയാം, അതുണ്ടോ ഇല്ല എന്നുള്ളത് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് മാത്രമാണ്. ഇവിടെ യുക്തിവാദികളും നാസ്തികന്മാരും ചെയ്യണം അതല്ല, തങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സംഗതി അത് തീരെ ഇല്ല എന്ന് വാശി പിടിച്ചിട്ട് ഷാഠ്യം പിടിച്ചുകൊണ്ട് അതിനെ നിഷേധിക്കുന്ന സമീപനാണ് ഇവിടെ യുക്തിവാദികളും അതുപോലെ തന്നെ ദൈവനിഷേധികളും ഒക്കെ കൈക്കൊണ്ടിട്ടുള്ളത്. അതവർക്ക് ഒരിക്കലും കൈകാര്യം ചെയ്യാൻ അവകാശമില്ലാത്തൊരു മേഖലയാണത്.
അതേ അവസരം ജബ്ബാർ പറയുന്ന മറ്റൊരു സംഗതി, ഈ ഒരു രാത്രി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശങ്ങളൊക്കെ താണ്ടി പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള അള്ളാഹുവിൻ്റെ അടുത്ത് ചെന്നു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? മുഹമ്മദിൻ്റെ ആകാശങ്ങൾ പ്രപഞ്ചത്തിൽ അത്രയൊന്നും വ്യാസമില്ലെങ്കിലും ആധുനിക ശാസ്ത്രം പഠിപ്പിച്ചിട്ടുള്ള ആകാശം പ്രപഞ്ചം എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഈ രംഗത്തും ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ വികലമാണ് എന്നതാണ് വസ്തുത. കാരണം ആകാശ ലോകങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് ശരിയാണ്. ഈ പരാമർശങ്ങളിൽ എവിടെയെങ്കിലും ആകാശത്തിൻ്റെ അതിര് പറഞ്ഞതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ ആകാശം എന്നത് ഇപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. വഇന്നാല മൂസിയൂൻ വസ്സമാ ബനൈനാഹാ ബിഐദിൻ വഇന്നാല മൂസിയൂൻ. നമ്മളുടെ ശക്തിയാൽ നമ്മളാണ് ആകാശം സൃഷ്ടിച്ചത്, ഇപ്പോഴും അത് വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം, ഈ ആകാശഭൂമികൾ അടങ്ങുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന ഈ സംവിധാനം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള അകലവും ദൂരപ്പെരുപ്പവും ഒക്കെ അള്ളാഹുവിന് ബാധകമാണോ? ആണ് എന്ന് ദൈവനിഷേധികളായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും, ബുദ്ധിയും വിവേകമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? അവർക്ക് സങ്കല്പിക്കാമല്ലോ, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണെങ്കിൽ ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എന്തായാലും മനുഷ്യൻ കാണുന്ന ഈ അകലം ദൈവത്തിനുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് സങ്കല്പിക്കാവുന്നൊരു സംഗതിയേ ഉള്ളൂ. അതിനുപോലുള്ള വിവേകം ഈ യുക്തിവാദികൾക്കില്ല എന്നുള്ളതാണ് വസ്തുത. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ആധുനിക ശാസ്ത്രം പറയുന്നത് എന്താണ്? അത് ആദ്യത്തിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു തീഗോളമായിരുന്നു. ഒരു വളരെ ചെറിയ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഹോട്ട് ബോൾ എന്നാണ്, താപം നിറഞ്ഞിട്ടുള്ളൊരു ബോൾ. ഇതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ വികസിപ്പിച്ചിട്ടുള്ളത്, ഈ ഒരു ഹോട്ട് ബോളിൽ നിന്ന് പ്രപഞ്ചത്തെ വികസിപ്പിച്ചിട്ടുള്ളത് ആരായിരിക്കും? സ്വാഭാവികമായിട്ടും ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ദൈവമാണ്. യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രകൃതിയാണ്. അത് സംബന്ധിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ് പ്രകൃതി, പ്രകൃതിക്ക് സ്വയം അസ്തിത്വമുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങൾ. പക്ഷേ ദൈവത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. ദൈവം സ്വയം അസ്തിത്വമുള്ള ഒരുത്തനാണ്, സർവശക്തനായിട്ടുള്ള അസ്തിത്വം. ആ അസ്തിത്വമുള്ള ദൈവം ഈ പ്രപഞ്ചത്തെ ഈ രീതിയിൽ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രപഞ്ചം എന്ന് പറഞ്ഞത് അവൻ്റെ കയ്യിൽ, മനുഷ്യൻ്റെ കയ്യിലെ ഒരു നെല്ലിക്ക പോലെ, അല്ലെങ്കിൽ ഒരു കയ്യിലെടുക്കുന്ന ഒരു ചെറിയ പന്ത് പോലുള്ള ഒരവസ്ഥ മാത്രമേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിൻ്റെ വികാസം എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അത് ഖുർആൻ തന്നെ പലപ്പോഴും പലയിടത്തും എടുത്തു പറഞ്ഞിട്ടുള്ള സംഗതിയുമാണ്. ഇവിടെ ദൈവത്തെ പരിഗണിക്കുക അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കുക എന്നൊരു സംഗതി കൂടിയുണ്ട്. വിശുദ്ധ ഖുർആൻ നിഷേധികളെ സംബന്ധിച്ച് നിരൂപണം നടത്തിയപ്പോൾ 3 സ്ഥലത്ത് ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗം, ഇവർ അള്ളാഹുവിനെ ഈ രീതിയിലൊക്കെ നിഷേധിക്കാനും തള്ളിപ്പറയാനും അള്ളാഹുവിൻ്റെ കഴിവുകളെ ചോദ്യം ചെയ്യാനുള്ളൊക്കെ കാരണം എന്താണ്? അതിന് കാരണം വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കാൻ അവർ സന്നദ്ധരല്ല, അവർക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ അതിന് മാത്രം അവർ വളരില്ല എന്നതാണ്. അപ്പോൾ ഈ ഒരു അന്ധവിശ്വാസം അവർ വെച്ച് പുലർത്തുന്ന കാലത്തോളം അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് ശരിയാണ്. അതേ അവസരം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഈ പ്രകാശവർഷവും അതിനപ്പുറത്തുള്ള വർഷമൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ കയ്യിലെ കരതലാമലകം പോലെ അള്ളാഹുവിന് കൈകാര്യം ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പ്രപഞ്ചത്തിൽ ഒരിടത്ത് നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരാളെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. പിന്നെ ആകാശങ്ങൾ എന്ന് പറഞ്ഞത് തട്ടായിട്ടുള്ള ഒരാളാണെന്നൊക്കെ ജബ്ബാർ പരിഹസിക്കുമ്പോൾ
എന്നാൽ ജബ്ബാർ പറയണ്ടേ ആകാശം എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ സംവിധാനം ഉള്ളത്? ഗാലക്സികളെ സംബന്ധിച്ച് പിന്നെ വലിയ വായിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗാലക്സി എന്ന് പറയുന്നത് പിന്നെ മില്യൺ കണക്കിന് ഗാലക്സികളുണ്ട്. ഈ ഗാലക്സികളിൽ പിന്നെ മനുഷ്യന് അവൻ്റെ ശാസ്ത്ര പഠനം കൊണ്ട് ഈ ഗാലക്സികളൊക്കെ എത്തിപ്പെടാനും അതിലെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാനും മനുഷ്യന് സാധിച്ചിട്ടുണ്ടോ? ആധുനിക ശാസ്ത്രം അതിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശാസ്ത്രം തന്നെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ ശാസ്ത്ര സത്യത്തെ പോലും അവഗണിച്ചുകൊണ്ടാണ് ജബ്ബാർ ഈ വീമ്പളക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗാലക്സി എന്ന് പറഞ്ഞത് ഒന്നുമല്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ തന്നെ കൈകാര്യം ചെയ്യുന്ന, അവൻ സംരക്ഷിച്ചു നിർത്തുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് മനുഷ്യനെ മാത്രമല്ല ഏതൊരു വസ്തു എത്തിക്കണമെന്ന് കരുതിയാലും അത് അനുനിമിഷം കൊണ്ട് എത്തിക്കാവുന്ന, അതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് ഈ നിമിഷം എന്നൊക്കെ പറയുന്ന സംഗതി എന്ന് പറഞ്ഞത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിമിഷത്തിൻ്റെ പ്രശ്നവുമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇന്നമാ അംറുഹു ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി തീരുമാനിച്ചാൽ സംഭവിക്കുക എന്ന് പറയേണ്ട താമസമുള്ളൂ, സംഭവിച്ചിരിക്കും എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ യുക്തിവാദിയുടെ വാദത്തിന് പരുവപ്പെടുന്ന അല്ലെങ്കിൽ അതിന് ഒതുങ്ങിക്കിട്ടുന്ന ഒരു സംഗതിയല്ല അതിഭൗതിക കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കഴിവ് എന്ന് പറയുന്നത് അത് മറ്റൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ യുക്തിവാദിയെ ഇത് ബോധ്യപ്പെടുത്താനുള്ള വിശ്വാസിക്ക് സാധ്യമല്ല. വിശ്വാസിയെ ഇത് നിഷേധിച്ചുകൊണ്ട് ഇങ്ങനൊന്നും ഇല്ലയെന്ന് ബോധ്യപ്പെടുത്താൻ യുക്തിവാദിക്കും സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും കൈകാര്യം ചെയ്യാൻ ഒരു നിലക്കും അർഹതയില്ലാത്തൊരു മേഖലയിലാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികൾ കടന്നു കയറിയിട്ട് ഈ ആന കരിമ്പുന്തോട്ടത്തിൽ കടന്ന മാതിരി എന്ന് പറയാറുള്ളത് പോലെ എല്ലാറ്റിനെയും തച്ച് തകർക്കാൻ ശ്രമിക്കണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ്. അള്ളാഹു വിചാരിച്ചാൽ തീരുമാനിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് ഞങ്ങളത് അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. ആമന്ന സല്ലംന. അതോട് വിശ്വാസിയുടെ കാര്യം ആ രംഗത്ത് കഴിയും. അതേ അവസരം അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ടോ, അള്ളാഹുവിന് ഇങ്ങനെ കഴിവുണ്ടാകാമോ ഉണ്ടോ, അതുപോലെ തന്നെ അള്ളാഹു സർവജ്ഞനാണോ, അങ്ങനെയുള്ളൊരു സർവജ്ഞത എന്നത് അള്ളാഹുവിന് അർഹതപ്പെട്ടതാണോ, ഈ കാര്യങ്ങളൊക്കെ ആണ് വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൻ്റെ ദൈവവുമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിക്കല്ലുകളായിട്ട് അംഗീകരിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത് അംഗീകരിച്ചൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളോട് എത്ര തന്നെ യുക്തിവാദികളോ നിരീശ്വരന്മാരോ നാസ്തികന്മാരോ ഇതിനെ നിഷേധിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അവർ അടിയുറച്ച് വിശ്വസിക്കുന്നത് അള്ളാഹു അവൻ അജയ്യനാണ്, സർവജ്ഞനാണ്, എല്ലാവിധ കഴിവുകളുള്ളവനാണ്. അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് വലിയ താമസമില്ലാതെ തന്നെ അവന് അത് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. അത് അള്ളാഹുവിൻ്റെ കഴിവിൽ അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഈ ബോധ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു യുക്തിവാദിയുടെ മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് അവനെ ബോധ്യപ്പെടുത്താനൊന്നും വിശ്വാസിക്ക് കഴിഞ്ഞോളണമെന്നില്ല. ഒന്നാമത് യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സംഗതികൾ ബോധ്യപ്പെടുക എന്നതല്ല അയാളുടെ പ്രശ്നം. അയാളുടെ അഹന്തയും അഹങ്കാരവും ദുഷാഠ്യവും അത് വെടിയാൻ അയാൾ സന്നദ്ധനല്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ട് അത്തരക്കാരെ ഇത് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈ രംഗത്ത് വിശ്വാസികളും യുക്തിവാദികളും തമ്മിൽ തർക്കിക്കുന്നതിലും ഒരു കാര്യമില്ല. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നു, നിഷേധിക്കുന്നവർ നിഷേധിക്കുന്നു. ഇവിടെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞിട്ടുള്ള സംഗതി വളരെ ശരിയാണ് എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. അതിന് അള്ളാഹ്ക്ക് കഴിയും എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് വലിയ ആയത്തുകളും മറ്റ് ദൃഷ്ടാന്തങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് അന്ന് രാത്രി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തിരിച്ചെത്തി എന്ന് പറയുന്നതും ഈ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ കഴിയും, നിഷേധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പിന്നെ ജബ്ബാർ പറഞ്ഞ ഏറ്റവും വലിയൊരു കളവ് എന്ന് പറയുന്നത് ഈ സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞപ്പോൾ അബൂബക്കർ അല്ലാത്തവരൊക്കെ നബിയുടെ പിന്നിന്ന് പോരും. ഇതേത് ചരിത്രത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ചില ആളുകൾക്ക് അതിന് സംശയം ഉണ്ടായിരുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലുണ്ടായിരുന്ന ആരും തന്നെ നബിയുടെ പിന്നിൽ പോയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദീഖ് എന്ന് അദ്ദേഹത്തിന് പേര് വരാനുള്ള കാരണം ശത്രുക്കൾ അദ്ദേഹത്തോട് ഈ സംഗതിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇതിനേക്കാൾ വലിയൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് വഹി സന്ദേശം ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അത് അംഗീകരിച്ച് എനിക്കിത് അംഗീകരിക്കാനൊരു പ്രയാസമില്ല എന്നാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് ആരും പിരിഞ്ഞു പോയിട്ടില്ല. അത് ജബ്ബാറിൻ്റെ പച്ച നുണയാണ്. അങ്ങനെ നുണ പറഞ്ഞുകൊണ്ടേ ജബ്ബാറിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നത് അത് യുക്തിവാദിയുടെ ഒരു ദൗർബല്യം കൂടിയാണ്. അത് അയാളങ്ങനെ നടത്തിക്കൊള്ളട്ടെ, അപ്പോഴേ അയാൾക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് വസ്തുത.